നമസ്കാരം. ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്നും കൂർക്ക എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നും ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ ഈ കൂർക്ക വൃത്തിയാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളും വൃത്തിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൂർക്കയുടെ കറ പിടിക്കില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കൂർക്ക വൃത്തിയാക്കുമ്പോൾ എപ്പോഴും കൈ നിറച്ചും കറ വരാറുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ ഈ കൂർക്ക ക്ലീൻ ചെയ്ത് നോക്കിക്കേ. അതിനുവേണ്ടി കൂർക്ക ഒരു 3-4 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട് ഈ കൂർക്ക വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് കൈ കൊണ്ടൊന്ന് നല്ലോണം തിരുമിയാൽ തന്നെ ഈ കൂർക്കയുടെ തൊലിയൊക്കെ ഇങ്ങ് പൊളിഞ്ഞു വരും. ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കൂർക്ക ക്ലീൻ ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ ഒട്ടും കറ പിടിക്കാതിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ക്ലീൻ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ ഒട്ടും കറ പറ്റാതിരിക്കും. ഒരു 75% കത്തി കൊണ്ട് ചിരണ്ടാതെ തന്നെ കൂർക്ക ക്ലീൻ ചെയ്യുന്ന ഒരു വിദ്യ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച കൂർക്ക ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയ്ക്കകത്ത് ഇട്ട് നല്ലോണം ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 75% തൊലി നീങ്ങിക്കിട്ടും. ഇനി നമുക്ക് ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നതെന്ന് നോക്കാം. കൂർക്ക ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും സവോളയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്കയിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെല്ലൈക്കണും ആക്ടിവേറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി കൂർക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം കൂർക്ക ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്